രാവിലെ തന്നെ നേരം വെളുത്തല്ലോ എന്നും വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ചായ ഇടാൻ പോകുന്നത് തന്നെ. ഇവിടെ ഇപ്പം ഭയങ്കരമായിട്ടൊരു മ്ലാനത ഫീലാവുന്ന ഒരു കാലാവസ്ഥയാണ്. പിന്നെ നാട്ടിലാവുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് വന്നാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ചായ കുടിക്കാൻ പോകുന്നു വൈകിട്ട്, അല്ലെങ്കിൽ വീട്ടുകാരോട് സംസാരിച്ചിരിക്കുന്നു, നാട്ടുകാരുടെ പരദൂഷണങ്ങൾ കേട്ടിരിക്കുന്നു, എന്തൊക്കെയുണ്ടല്ലേ. ഇവിടെ ഇങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ ഫീലിംഗ് വന്നാൽ നമ്മൾ ഇവിടെ അടുത്തുള്ള ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാമെന്ന് വിചാരിക്കും. അവരെ വിളിക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അവർക്ക് നമ്മളെക്കാളും കൂടുതൽ ഓവർ തിങ്കിങ്ങും വിഷമൊക്കെയാണെന്ന്. ഇന്നലെ നൈറ്റ് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, നവ്യ. Taste the chai and tell me how it is. Masala chai. Nice. Chai? Nice. Thank you. Thanks. ചായ കൊള്ളാമെന്ന്. എൻ്റെ ഗരം മസാലയൊന്നും ഇപ്പോൾ വേസ്റ്റ് ഇല്ല. ഒരു ചായക്കട ഇട്ടാലോ? അയർലാൻഡിൽ മല്ലു ചായക്കട. എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? പുള്ളിക്കാരി തള്ളിയതാണോ നമുക്കത് ടെസ്റ്റ് ചെയ്യാം. ഞാനൊരു സംഭവം തന്നെ. എന്നാ പോയി ബാക്കി പരിപാടി നോക്കാം. ശുഭമായിട്ട് അടുത്ത കലാപരിപാടിയിലോട്ട് കടക്കാം. അതായത് ഈ സൂട്ട് കേസിനകത്തുള്ള വിന്റർ ക്ലോത്ത്സ് എല്ലാം നമുക്ക് അലമാരിയിലോട്ട് മാറ്റാം. വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞുള്ള മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കത് ആ ഭാഗത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് ഈ ഭാഗത്തോട്ടുള്ള പരിപാടികൾ തുടങ്ങാം. ഇനി ഈ സമ്മർ ക്ലോത്ത്സ് ഒക്കെ നമുക്ക് മാറ്റിയിട്ട് ഇതിന്റെ സ്ഥാനത്ത് ആ പെട്ടിക്കകത്തുള്ള ക്ലോത്ത്സ് ഒക്കെ എടുത്ത് വെക്കണം. ഇന്നത്തെ വലിയ പ്ലാൻ ഒന്നുമില്ല. കോർക്കിൽ പോകണം, കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം. കാലാവസ്ഥയിൽ ചുരുണ്ടുകൂടി കിടക്കാൻ മാത്രമേ തോന്നും. പക്ഷെ അതത്ര നല്ല ശീലമല്ല. അതുകൊണ്ട് നമുക്കത് പുറത്തു പോവാം. ഇന്ന് നല്ല വെയിലുണ്ട്. വിന്റർ ക്ലോത്ത്സ് ഒക്കെ വെച്ചതിന് ശേഷം സമ്മർ ക്ലോത്ത്സ് എടുത്തപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത്. ഈ സമ്മറിന് ഇടാൻ വേണ്ടി ഞാൻ ഒരു ഡ്രസ്സ് മേടിച്ചായിരുന്നു. അതിന് ഇതുവരെ ഇട്ടില്ല. ഇനി അത് അടുത്ത സമ്മറിന് ഉദ്ഘാടനം ചെയ്യാം. ഇത് തന്നെ ആ ടാസ്ക് അങ്ങ് തീർത്തപ്പോൾ മനസമാധാനമായി. എല്ലാം അടുക്കി ഒതുക്കി തൂക്കിയിട്ടെന്നാണ് എന്റെ വിചാരം. പക്ഷെ അല്ല, കുന്നുകൂട്ടിയിട്ടതും ഒതുക്കണം. കുറച്ചു നാൾ ഞാൻ വിചാരിച്ചു ഈ ജേർണലൈസിംഗ് ഒക്കെ വലിയ സംഭവമാണ്, എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ. പക്ഷെ അത് എന്നെ കൊണ്ട് വലുതായിട്ട് സംഭവിച്ചില്ല. നമുക്കിനി നേരെ ഡോണനെ വിളിക്കാൻ പോവാം. ഇവിടുന്ന് നേരെ മാലോ സ്റ്റേഷൻ പോയി അവിടുന്ന് ട്രെയിൻ പിടിച്ച് കോർക്കിന് പോകാനാണ് നമ്മളുടെ പ്ലാൻ. അപ്പം ഗൈസ് സേ ഹായ് ടു നിതിൻ ബാബു. ഹീസ് എ വെരി ഫേമസ് പേഴ്സണാലിറ്റി ഫ്രം ഗോവ. ഗോവയുടെ മുഖ്യനും മൂലയിലും പെരൻ ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ മാലോ എത്തി. മാലോയിൽ വണ്ടി പാർക്ക് ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. ഞങ്ങൾക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ട്രെയിൻ മിസ്സാവും. എന്നാലും ഞങ്ങൾ വെച്ച് പിടിച്ച് ഓടി. പാർക്കിംഗ് കിട്ടാത്തോണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു. വെച്ച് പിടിച്ച് ഓടിയിട്ടും കാര്യമില്ല, കാരണം ഞങ്ങൾക്ക് ആ ട്രെയിൻ മിസ്സായി. അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള മോഹം സൈഡിൽ വെച്ചിട്ട് ഞങ്ങൾ ഒത്തിരിയേറെ സമയം എടുത്ത് തീരുമാനിച്ചൊരു തീരുമാനമാണ്, അതായത് കാറിൽ തന്നെ പോകാമെന്ന്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഫാമിലി മീറ്റപ്പുമായി. ഇപ്പം 0 ഡിഗ്രി തണുപ്പാണ്. എന്നാലും എവിടെയോ ചെറുതായിട്ട് വെയിൽ വന്നു പോകുന്നുണ്ട്. എനിക്ക് കോർക്കിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൈഡാണ് ഇത്, അതായത് ഈ ബ്രിഡ്ജ് സൈഡ്. ഈ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അതായത് ഇലക്ഷൻ സമയത്ത് ഇവര് അവിടെ ഇവിടെയായിട്ടൊന്നും ഒട്ടിച്ചു വെക്കത്തില്ല. ഇങ്ങനെ 1-2 ഹോർഡിങ്സ് ഒരു പോളിൽ ഒട്ടിച്ചു വെക്കും, അത്രേ ഉള്ളൂ. ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്തിട്ട് എത്തിയത് ഇവിടെയാണ്, ബ്യൂട്ടിഫുൾ കോർക്ക് സിറ്റി. Happy? അവർക്ക് വരെ വന്നിട്ട് മിസ്റ്റേക്കിന്ന് ഫുഡ് കഴിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് പഴംപൊരിയിൽ തുടങ്ങി പൊറോട്ടയും ചിക്കൻ കറി എത്തി. പിന്നെ ഈ ചെറുക്കനെ ഭീഷണിപ്പെടുത്തി പെട്ടെന്ന് ഫുഡ് വരുത്തിച്ചു. നല്ല ചൂട് പൊറോട്ടയും ചൂട് ചിക്കൻ കറിയും. ഇങ്ങനെ ആസ്വദിച്ച് പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കുമ്പോഴാണ് ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു വെജിറ്റേറിയൻ ആളെ കുറിച്ച് ഞാൻ മറന്നുപോയത്. ഇതാ പനീർ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പാവം നവ്യ. കമ്മിങ് ബാക്ക് ടു മൈ ജേർണലിംഗ് ജേർണി, അതായത് ഐ ട്രൈഡ് ഇറ്റ്, ബട്ട് ദെൻ ഐ റിയലൈസ്ഡ് ഒരു പ്ലാൻ ഉണ്ടാക്കി അത് ഫോളോ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ബട്ട് ആ ദിവസത്തെ ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തതൊക്കെ നടക്കും, ഒരു ഓർഡറിലല്ലാതെ ഉള്ളൂ. ഐ ഷുഡ് ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. അവയെ ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ഒരു മേക്കപ്പ് സ്റ്റോറി കയറി. മേക്കപ്പിന്റെ ABCD അറിയാത്ത ഞങ്ങൾ അവിടെ വായും പൊളിച്ച് നോക്കിയിരിക്കണ്ടെന്ന് വിചാരിച്ച് വേറെ കടയിലോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ കോർക്കിൽ ഇങ്ങനെ കറങ്ങി നടന്നു. കോർക്ക് സിറ്റിയിൽ കുറെ കടകളുണ്ട്. അടുത്ത കടയിൽ കയറി ഈ സാധനം കൊള്ളാമല്ലേ എന്ന് ഞാനിങ്ങനെ എടുത്ത് കാണിച്ചപ്പം അവിടുന്ന് പുച്ഛത്തോടെ എന്നെ എന്തോ പറഞ്ഞിട്ട് താ പോലും. എന്നോടാണത്? അങ്ങനെ ആ കണ്ണാടിക്കൂടും കണ്ടോണ്ട് ഞങ്ങൾ യാത്രയായി. ഇവിടെ ക്രിസ്മസിന്റെ ഡെക്കറേഷൻസും പരിപാടികളൊക്കെ കുറച്ച് ദിവസം മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ക്രിസ്മസ് പരേഡ് ഉണ്ടായിരുന്നു, ഞാനത് മിസ് ചെയ്തു. ഇന്ന് ഞങ്ങൾ എന്തൊക്കെ മേടിച്ചോ അതൊക്കെ ഞങ്ങൾക്ക് ഡബിൾ ആയിട്ടാണ് കിട്ടിയത്. അതായത് ഫോർ എക്സാമ്പിൾ ദിസ് ജാക്കറ്റ്, ഇത് 2 ലാസ്റ്റ് പീസ് മാത്രം ഉണ്ടായിരുന്നു ഞങ്ങളുടെ സൈസ്. യൂഷ്വലി ഞങ്ങൾ ഞങ്ങളുടെ സൈസ് എടുക്കാറുള്ളത് കിഡ് സെക്ഷനിൽ നിന്നാണ്. ഇറ്റ് വാസ് ലൈക്ക് മെന്റ് ഫോർ us. Donna, what did you buy? Jacket. Puffy jacket. The Dyson I want and the Dyson I can afford. ഇപ്പം സമയം 5 മണി ആയിട്ടുള്ളൂ, എന്നാലും നല്ല ഇരുട്ടായിട്ടുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട അതേ സ്ഥലമാണിത്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും
അങ്ങനെ ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്ത പോലൊക്കെ തന്നെ നടന്നു. പക്ഷേ അക്കോർഡിംഗ് ടു ദ പ്ലാൻ നടന്നില്ല എന്ന് പറയാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.